മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് മാതാപിതാക്കളുടെ പേരുകൾ, അത് ഒന്നോ രണ്ടോ കുട്ടികൾ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ തിരിച്ചറിയൽ രേഖകളിൽ വ്യത്യസ്തമായ പേരുകൾ നിൽക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഇങ്ങനെ മാതാപിതാക്കളുടെ പേരുകൾ മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു പേരിന്റെ അടിസ്ഥാനമായ രേഖ എന്ന് പറയുന്നത് അവരുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ആണ്. ഇതിൽ 10ാം ക്ലാസ് പാസ്സായ ഒരാളെ സംബന്ധിച്ചിടത്തോളം 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ്, അതിൽ 10ാം ക്ലാസ് പോകാതെ സ്കൂളിൽ 1-2 ക്ലാസ്സിൽ മാത്രം പോയ രക്ഷിതാക്കളാണ് എങ്കിൽ അവരുടെ അഡ്മിഷൻ രജിസ്റ്റർ, അങ്ങനെയുള്ള കാര്യമാണ് ഒരു പേരിന്റെ അടിസ്ഥാന രേഖയായി കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ രേഖയിലുള്ള പേര് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങളുടെ രേഖകളിലേക്കും നിങ്ങളുടെ മക്കളുടെ രേഖകളിലേക്കും എളുപ്പത്തിൽ തന്നെ തിരുത്താൻ സാധിക്കും. അതായത് ഒരു പിതാവിന്റെ അഡ്മിഷൻ രജിസ്റ്ററിൽ കിടക്കുന്ന പേര് അവരുടെ മറ്റു രേഖകളിൽ തന്നെ, ആ പിതാവിന്റെ മറ്റു ആധാർ കാർഡോ അതല്ലെങ്കിൽ ഏതെങ്കിലും തിരിച്ചറിയൽ രേഖയിൽ പേര് തെറ്റായിട്ടുണ്ട് എങ്കിൽ ഇതിന്റെ ബേസിൽ തിരുത്താൻ സാധിക്കുന്നതാണ്. ഇതിൽ ആധാർ കാർഡിൽ കാര്യമായ പിശകുണ്ട് എങ്കിൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവരുടെ മക്കളുടെ ജനന സർട്ടിഫിക്കറ്റിലോ അതല്ലെങ്കിൽ മറ്റു രേഖകളിലോ ഈ തെറ്റുണ്ട് എങ്കിൽ അതും ഈ ഒരു മാതാവിന്റെയോ പിതാവിന്റെയോ സ്കൂൾ അഡ്മിഷൻ രജിസ്റ്റർ വെച്ചുകൊണ്ട് തിരുത്താൻ സാധിക്കും. ഇനി അങ്ങനെയല്ല, അഡ്മിഷൻ രജിസ്റ്ററിലെ പേര് തന്നെ തെറ്റാണ്, മറ്റൊരു പേരിലേക്കാണ് മാറാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ മക്കളുടെയൊക്കെ സർട്ടിഫിക്കറ്റിൽ ഒരു സമാനമായ പേരാണ്, പിതാവിന്റെ കുറച്ച് രേഖകൾ മാത്രം മറ്റൊരു പേരിലാണ് അഡ്മിഷൻ രജിസ്റ്റർ ഉൾപ്പെടെ. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് നിരവധി ആളുകൾ ക്ലിയർ മൈ ഡോക്കിലൂടെ ചോദിക്കാറുണ്ട്. അവർക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അവർ ചെയ്യേണ്ടത് ഗസറ്റ് നോട്ടിഫിക്കേഷനിലൂടെ പുതിയ പേരിലേക്ക് മാറുക എന്നുള്ളതാണ്. അതായത് ചിലർക്കൊക്കെ കുട്ടികളുടെ രേഖകളിലെ പേര് മാറ്റാൻ വേണ്ടി അധികം ആഗ്രഹം ഉണ്ടാകില്ല, എന്നാൽ അവരുടെ തിരിച്ചറിയൽ രേഖ കുട്ടികളുടെ രേഖയിലുള്ളത് പോലെ ആക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് അത് കുട്ടി എന്നോ അതല്ലെങ്കിൽ KM എന്നോ ഇനീഷ്യലോ അങ്ങനെ ചെറിയ രീതിയിലുള്ള മാറ്റമൊക്കെ സംഭവിക്കാം. ഈ ഒരു മാറ്റത്തെ നിങ്ങൾക്ക് സമാനമായ രീതിയിലാക്കുന്നതിന് വേണ്ടി ഗസറ്റിൽ നോട്ടിഫൈ ചെയ്തുകൊണ്ട് ഏത് പേരിലേക്കാണോ നിങ്ങൾ മാറാൻ ആഗ്രഹിക്കുന്നത് ആ പേര് നിങ്ങൾക്ക് ലഭിക്കുകയും ആ ഒരു പേര് നിങ്ങളുടെയൊക്കെ തിരിച്ചറിയൽ രേഖയിലൂടെ നിങ്ങൾക്ക് തിരുത്താനും സാധിക്കുന്നതാണ്. ഇതിൽ ഡ്രൈവിംഗ് ലൈസൻസ് ആവട്ടെ, റേഷൻ കാർഡ് ആവട്ടെ, ഇലക്ഷൻ ID ആവട്ടെ, പാൻ കാർഡ് ആവട്ടെ, ഏത് രേഖയും നിങ്ങൾ ഗസറ്റ് നോട്ടിഫൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ പേര് നിങ്ങൾക്ക് തിരുത്താൻ സാധിക്കും. ഡോക്യുമെന്റുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും ഉത്തരങ്ങൾക്കും ക്ലിയർ മൈ ഡോക്കിന്റെ ഈ ഒരു കമന്റ് ബോക്സിലൂടെയോ അതല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാം.